ശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കട്ടപ്പനയിൽ മണ്ണിടിച്ചിലും നെടുങ്കണ്ടം കുമളി മേഖലകളിൽ മലവെള്ളപ്പാച്ചിലുമുണ്ടായി. തീവ്ര മഴയാണ് ഇന്നലെ രാത്രി ജില്ലയിൽ പെയ്തത്. കനത്ത മഴയിൽ നെടുങ്കണ്ടം മുണ്ടിയരുമയിൽ വീട് വെള്ളത്തിൽ മുങ്ങി. ടെറസിൽ കയറി വീട്ടുകാരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. 1063 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രി പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. പാല പൂവരണി ക്ഷേത്രത്തിന് സമീപവും വെള്ളം കയറി. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, നേരത്തെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു 2018 പ്രളയകാലത്തിന് ശേഷം ഇത്ര ശക്തമായൊരു മഴ, ഇത്ര വേഗത്തിൽ വെള്ളം ഊരുന്നൊന്നും കണ്ടിട്ടില്ല എന്ന്. അതിശക്തമായ മഴയാണല്ലോ ഇടുക്കിയിൽ ഉണ്ടായത്. നിലവിലെ അവസ്ഥ എന്താണ് രാഹുൽ? ഉന്മേഷ്, ഇന്നലെ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് അതിശക്തമായ മഴ പെയ്തത്. പലയിടത്തും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുണ്ടിയരുമയിൽ ഉൾപ്പെടെ വീടുകളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ ശങ്കുരുണ്ടാൻപാറ, അതായത് പുറ്റടി കട്ടപ്പന റോഡാണ്. അതിൽ ശങ്കുരുണ്ടാൻപാറ ഭാഗത്ത് ഇന്നലെ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിയാണ് ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. സമാനമായ രീതിയിൽ കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും ഉൾപ്പെടെ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. അതുപോലെ കുമളിയിൽ തോട് കരകവിഞ്ഞ ഒരു കുടുംബം ഒറ്റപ്പെടുന്ന അവസ്ഥയിലുണ്ടായി. അവരെ ഫയർഫോഴ്സും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തുന്ന നിലയാണ് പിന്നീട് കണ്ടത്. അവരുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ രാവിലെ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴ എന്ന് പറയുന്നത് അതിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് വിവരിക്കാൻ കഴിയില്ല. അത്രത്തോളമായിരുന്നു. കാരണം പല കൈത്തോടുകളും, അതായത് 2018 ശേഷം 2018 പോലും അത്തരത്തിലൊരു വെള്ളം വന്നിട്ടില്ല എന്ന് ആളുകളൊക്കെ വിവരിക്കുകയായിരുന്നു. കാരണം നിസാര മണിക്കൂറുകൾ മാത്രം പെയ്ത മഴ, ആ മഴയിൽ അത്രയും കണ്ട് വെള്ളം വരിക, ആ വലിയ തരത്തിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുക, ആ മഴയുടെ തോത് എത്രത്തോളമായിരുന്നു എന്ന് അവർക്ക് പോലും വലിയ ആശ്ചര്യത്തോടു കൂടിയാണ് അവർ കാണുന്നത്. എന്തായാലും നിലവിൽ ആശ്വാസകരമായ നിലയിലേക്ക് കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. പല സ്ഥലത്തേക്കും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കാരണം ഇതുപോലെ വഴിയൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊന്നും പോകാൻ വലിയ പാടാണ്. ഈ ആളുകളൊക്കെ വലിയ ആശങ്കയിലും ഭീതിയിലുമാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഇന്നലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ മഴ? ബുദ്ധിമുട്ടായിരുന്നു. രാത്രി 1 മണി 4 മണിക്ക് തുടങ്ങി 1 മണിയാകുമ്പോൾ 1 മണി വരെ വന്നു. ഇത് രാത്രി 12 മണിക്കാണ് ഇടിഞ്ഞത്. ഇവിടെ തുടക്കത്തിൽ പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു പോയി. തുടക്കത്തിൽ ഇത്രയും ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മഴ കണ്ടിട്ടില്ലായിരുന്നു രാത്രി പെയ്തത്. ശരി രാഹുൽ, ഏതായാലും അവിടെയുള്ള ആളുകൾ ആശങ്ക അറിയിക്കുന്നുണ്ട്. കനത്ത മഴയായിരുന്നു ഇടുക്കി ജില്ലയിൽ. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.